മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തോമസ് വൈദ്യർ പറഞ്ഞ ആ സന്തോഷ വാർത്ത ഉറപ്പിക്കാനായിട്ട് മറ്റൊരു ഡോക്ടറെയും കൂടി കണ്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം കരുണാലയത്തിലേക്ക് പോയി അമ്മയോട് ഈ സന്തോഷ വാർത്ത പറയാൻ പോകുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും തേടി അവിടെ മുത്തശ്ശിയും കരുണയും ഒരുപാട് കുത്തുവാക്കുകൾ കൊണ്ട് അപമാനിച്ചു. മുത്തശ്ശിയും പ്രതാപനും പിന്നാലെ നടന്ന് പറയാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിനക്കൊരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ല, നീ എല്ലാ കഴിവുകളും ഉള്ള ഒരു പെൺകുട്ടിയാണ്, നിനക്കൊരിക്കലും ഒരു കുഞ്ഞിനെ തരാൻ പറ്റാത്തതിൻ്റെ പകരത്തിനാണ് ഇവൻ നിന്നെ മൂന്നാറിലും ജർമ്മനിയിലൊക്കെ കൊണ്ടുപോകാൻ നോക്കുന്നത്. ആയിക്കോട്ടെ, ഞാനങ്ങ് സഹിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ സഹിച്ചല്ലേ പറ്റൂ, നിനക്കൊരിക്കലും ഒരു അമ്മയാകാൻ പറ്റാത്തതിൻ്റെ കുശുമ്പല്ലി നീ എൻ്റെ മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചത്. ആ കുഞ്ഞിനെ നശിപ്പിച്ചത് ഞങ്ങളാണോ? സത്യസന്ധമായിട്ട് പറ. അപ്പോൾ കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, അതിൻ്റെ പേര് ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ അമ്മയും മോനും അകത്തു പോയി കിടക്കേണ്ടി വന്നേനെ. ആ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാത്തതാണ് നിങ്ങൾക്ക് നല്ലത്. ആ കുഞ്ഞ് നഷ്ടമായത് എങ്ങനെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ മോഹിനിയമ്മയും നമ്മുടെ മഹാലക്ഷ്മിയും കൂടി ചേർന്ന് കണ്ണൻ്റെ അച്ഛനെ കൊന്നതും അതുപോലെ കണ്ണനെ വീൽചെയറിലാക്കിയ കാര്യവും ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് കേട്ടതും നമ്മുടെ പ്രതാപൻ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് നൈസായിട്ട് അവിടുന്ന് മുങ്ങാൻ നോക്കുന്നു. ശേഷം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിനോടും ലേഖയോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്നും കുറച്ച് പാൽപ്പായസം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. കണ്ണനും മഹാലക്ഷ്മി അവിടെ എത്തുന്നതിന് മുമ്പിട്ട് നമ്മുടെ മാർക്കോയിൽ ഓപ്പോസും എത്തുന്നുണ്ട്. എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്താ കാര്യമെന്ന് പറഞ്ഞില്ല. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും വന്ന് ആ സർപ്രൈസ് പൊട്ടിക്കുന്ന സമയത്ത് അനന്തുവിനും ലേഖയ്ക്കും മാർക്കോയ്ക്കും ലോപ്പസിനും ഒക്കെ മനസ്സ് നിറഞ്ഞുള്ള സന്തോഷം വരുന്നു. ആ സമയത്ത് നമ്മുടെ അനന്തു ആണെങ്കിൽ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നു, മഹി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്ന സ്ഥിതിക്ക് ഇനി നിങ്ങൾ കമലേശ്വരം തറവാട്ടിൽ നിൽക്കുന്നത് മഹിയുടെ ജീവന് തന്നെ ആപത്താണ്. എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, ശത്രുക്കളൊക്കെ നിങ്ങളുടെ വീട്ടിനകത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന് താമസിച്ചാൽ പോരെ. അതേ കണ്ണേട്ടാ, എന്തായാലും മഹാലക്ഷ്മി ഒരു അമ്മയാകാൻ പോകുമ്പോൾ രണ്ട് പിള്ളേരുടെ അമ്മയായ ദുർഗയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകില്ലേ? അങ്ങനെ സംശയം തോന്നി ഫുഡിലോ അല്ലെങ്കിൽ ജ്യൂസിലോ ചായയിലോ എങ്ങനെയാണെങ്കിലും വിഷം കലർത്തി തരാൻ മടിക്കാത്ത സ്ത്രീയാണ്. മഞ്ജുവിനോട് ചെയ്ത ക്രൂരത നിങ്ങൾ രണ്ടാളും കണ്ടതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഇവിടെ വന്ന് നിൽക്കുന്നതല്ലേ നല്ലതെന്ന് പറയുമ്പം കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നു, തൽക്കാലം കുറച്ച് നാളും കൂടി അവിടെ നിൽക്കാം, പിന്നെ മാസം കൂടുമ്പോൾ ഇയാൾ പ്രഗ്നൻ്റ് ആണെന്ന് എല്ലാവരും അറിയുന്ന സമയം ഇങ്ങോട്ടേക്ക് താമസം മാറ്റാമെന്നാൽ തൽക്കാലം ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുമ്പം ലേഖ പറയുന്നു, എനിക്കൊരു കുഞ്ഞിന് അമ്മയാകാൻ പറ്റിയില്ല, പക്ഷേ എൻ്റെ കൂടപ്പിറപ്പിന് തുല്യമാണ് മഹാലക്ഷ്മി. ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ് ഇവളെ കാണുന്നത്. ഇവളുടെ കുഞ്ഞെന്ന് പറയുന്നത് എൻ്റെയും കൂടി കുഞ്ഞായിരിക്കും. ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിചരണവും സ്നേഹവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വാക്ക് കൊടുക്കുമ്പം നിന്നെപ്പോലെ ഒരു കൂടപ്പിറപ്പിനെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് മഹിയും സങ്കടപ്പെടുന്നു. അത് കേട്ടിട്ട് നമ്മുടെ കണ്ണനും പറയുന്നുണ്ട്, രക്തബന്ധത്തിലൊന്നും ഒരു കാര്യവുമില്ല. എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായ ഉണ്ണിയും മഞ്ജു എത്രമാത്രം എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയാമോ? പിന്നെ മഞ്ജുവിന് മേഘനൊരു ദുഷ്ടനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം തെറ്റുകളെല്ലാം തിരുത്തി അവളിപ്പം നല്ല വഴിക്കാണ് പോകുന്നത്. പക്ഷേ ഉണ്ണിയുടെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. രക്തബന്ധത്തിലുള്ളവർ കാപട്യം നിറഞ്ഞ സ്നേഹം കാണിക്കുമ്പോൾ ചങ്ക് പറിച്ചു തരാനും മടിയില്ലാത്ത ഉറ്റ സുഹൃത്തുക്കൾ എനിക്കുള്ളതാ അന്നും ഇന്നും ഏക ആശ്വാസം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ലേഖയാണെങ്കിൽ പാൽപ്പായസം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലേഖ പറയുന്നുണ്ട്, ഈ സന്തോഷം എന്തായാലും നമുക്ക് ആഘോഷിക്കണം, നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചു വരുത്തി ആഘോഷിക്കണമെന്ന് പറയുമ്പം അതിൻ്റെ കൂട്ടത്തിൽ മഞ്ജുവിനെയും സാഗറിനെയും കൂട്ടണമെന്ന് നമ്മുടെ കണ്ണനും പറയുന്നു. അന്നേരം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വേണം, അവരെ നേരിട്ട് തന്നെ കാര്യം പറയുകയും വേണം. മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകും ഞാൻ അമ്മയാകാൻ പോകുന്ന വാർത്ത കേൾക്കുമ്പോൾ. അങ്ങനെ തിരികെ കമലേശ്വരം വീട്ടിലേക്ക് വരുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും നോക്കി നിൽപ്പുണ്ട് നമ്മുടെ ദുർഗാമ്മ. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? ഇവൾക്ക് തീരെ വയ്യെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ കൂട്ടിക്കൊണ്ടു പോയത്. കാലാവസ്ഥ മാറിയതിൻ്റെ പ്രശ്നങ്ങളാണ്. മൂന്നാറ് ട്രിപ്പ് പോയ സമയത്ത് അവിടെ നല്ല തണുപ്പായിരുന്നല്ലോ. നിൻ്റെ മനസ്സിൻ്റെ ദൂഷ്യം കൊണ്ടാണ് നിനക്കിങ്ങനെയൊക്കെ വരുന്നത്. മറ്റുള്ളവരെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ മകൻ്റെ ജീവിതം തകർക്കാൻ അറിഞ്ഞുകൊണ്ട് നീ ഇവനെയും കൂട്ടി ട്രിപ്പ് പോയതല്ലേ, നിനക്കിത് വന്നില്ലേ ഉള്ള അതിശയം എന്ന് പറയുമ്പം, ദേ അമ്മേ, ചുമ്മാ വഴക്കിന് വന്നെയാണെങ്കിൽ എൻ്റെ വായിരിക്കുന്ന വല്ലതും കേൾക്കുമെന്ന് കണ്ണനാണെങ്കിൽ താക്കീത് പറയുമ്പം ദുർഗയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പിറ്റേ ദിവസം ഈ സന്തോഷ വാർത്ത ക്ഷേത്രത്തിൽ പോയി ദേവി മുത്തശ്ശിയെ കാണുകയെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയോട് പറയാനായിട്ട് പോകുന്നുണ്ട്.
മാത്രമല്ല ഈശ്വരന്മാരോട് നന്ദി പറയാനും ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് ഉണ്ടാകില്ലെന്ന് കരുതിയ നേട്ടങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു ഭർത്താവിനെ കിട്ടി. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് മഹാലക്ഷ്മി ആഗ്രഹിച്ചതുപോലെ നടക്കുന്ന സമയത്ത് ദൈവങ്ങളോട് നന്ദി പറയണമല്ലോ. അപ്പം മുത്തശ്ശിയെ കണ്ട് സന്തോഷം അറിയിക്കുമ്പം മുത്തശ്ശി പറയുന്നു, ഇത് ഇന്നലെ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു മോളെ. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ മോൾക്ക് സന്തോഷ വാർത്ത കാർത്തിക ദിവസം എല്ലാവരെയും അറിയിക്കാൻ പറ്റിയില്ലേ? എനിക്കറിയാം അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്. എൻ്റെ മനസ്സിലെ ഒരു സംശയം ചോദിക്കുക. ഞാനൊരു കുഞ്ഞിന് അമ്മയാകാൻ പോകുമ്പോൾ ശത്രുക്കളൊന്നും നിസ്സാരക്കാരല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? പ്രസവം അല്പം കഠിനമായിരിക്കുമെന്ന് മുത്തശ്ശി ആ സമയത്ത് പറയുന്നു. അത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുന്ന മഹാലക്ഷ്മിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും യാതൊരു ആപത്തും കൂടാതെ മഹാലക്ഷ്മി നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് തന്നെ ജന്മം നൽകും.